നട്ടപ്പാതിരയാകുമ്പോൾ മന്തി വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന ഒരു ചങ്ക എല്ലാവർക്കും കാണുമായിരിക്കും അല്ലേ. എൻ്റെ ആ ചങ്കാണതേ കവറും തൂക്കി പിടിച്ചുകൊണ്ട് ഈ പോകുന്നത്. റൂമിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് താഴെ പോയി മേടിക്കുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുക. നമ്മളൊരു ബീഫ് മന്തി ഒരു ചിക്കൻ മന്തിയാണ് കേട്ടോ മേടിച്ചത്. മനുഷ്യൻ എങ്ങനെയെങ്കിലും 2 കിലോ ഒന്ന് കഷ്ടപ്പെട്ട് കുറയ്ക്കാമെന്ന് വിചാരിക്കുമ്പോൾ അന്നേരം ഇവിടെ ഒരാൾക്ക് മന്തി വേണം. മന്തി അല്ലേ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വേണം. 2 കിലോ കഷ്ടപ്പെട്ട് കുറച്ചത് 4 കിലോ ആയിട്ട് കൂട്ടിത്തരാനുള്ള പ്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അലൻ ചിക്കൻ മന്തിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ ടേസ്റ്റുള്ള മന്തി കിട്ടുന്ന കുറച്ച് ഷോപ്പുകൾ മാത്രമേ UAE-യിലുള്ളൂ. അപ്പോൾ അതിലൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് മന്തി മേടിക്കാറ്. ഞാൻ പിന്നെ അന്നും ഇന്നും ബീഫ് മന്തിയുടെ ആളാണ്. നല്ല സോഫ്റ്റ് ബീഫിൻ്റെ കൂടെ കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്ത് ഇങ്ങനെ ഇളക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് സ്വർഗം. ടേബിളിലിരുന്ന് കഴിച്ചിട്ട് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് പോലെ ഫീൽ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഇരിപ്പിടം ചെറുതായിട്ടൊന്ന് മാറ്റി. എന്തെങ്കിലും ഒരു സിനിമ കണ്ടുകൊണ്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സോഫയിൽ വന്നിരുന്ന് ഏതോ ഒരു സിനിമ ഇട്ട് ആ മന്തി മുഴുവൻ കഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് കൊക്കക്കോളയും കൂടെ കുടിച്ച് ഞങ്ങൾ അന്നത്തെ ഡിന്നർ അവസാനിപ്പിച്ചു.